നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകളാണ്. എന്നാൽ ഗൂഗിൾ പേക്കകത്ത് പല ആളുകൾക്ക് അറിയാത്ത ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. സാധാരണ നമ്മൾ ഗൂഗിൾ പേയിൽ ഏതെങ്കിലും കടകളിൽ പോയി സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ മൊബൈൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ അതല്ലാത്ത ഗൂഗിൾ പേക്കകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അധികം ആളുകൾക്ക് അറിയാത്തൊരു സെറ്റിങ്സ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതെങ്ങനെ ഞാൻ കാണിച്ചാൽ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ആവശ്യം വരുന്നൊരു ഫീച്ചറാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഫീച്ചറുകളുണ്ട്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ കടകളിൽ പോയി പേയ്മെൻറ്റ് ചെയ്യുന്നത് താഴെ കാണാൻ സാധിക്കും, റീചാർജ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിനൊക്കെ മുകളിലായിട്ട് നമുക്ക് ഇവിടെ സ്കാൻ പേയ്മെൻ്റ് എന്നും പേ അനിവൺ എന്നുള്ള മൊബൈൽ നമ്പർ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതും ബാങ്ക് ട്രാൻസ്ഫറൊക്കെ ഉണ്ട്. ഇതിൽ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഫീച്ചർ കാണാം, UPI ലൈറ്റ് എന്നുള്ളൊരു ഫീച്ചർ. ഇതാ ഈ കാണുന്ന UPI ലൈറ്റ് എന്നുള്ള ഈ ഫീച്ചറിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്കൊരു പണം പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. അതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ഓട്ടോ ടോപ്പപ്പ് ആയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ 300 രൂപയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല. ഇവിടെ പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം ആഡ് മണി എന്നുള്ള ഓപ്ഷൻ. ഇവിടെ താഴെ 100 രൂപ, 500 രൂപ, 1000 രൂപ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതല്ലാത്തൊരു സംഖ്യ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 250 രൂപ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 250 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ ടോപ്പപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇത് നമ്മുടെ ഗൂഗിൾ പേക്കകത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പണം ഇതിനകത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഈ UPI ലൈറ്റ് എന്ന ഈ ഒരു ഫീച്ചറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഈ ഒരു UPI ലൈറ്റിലേക്ക് നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ട് നമുക്കുള്ള ഗുണമെന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഇതിനകത്തുള്ള കാര്യം, നമ്മൾ ഇതിൽ മാക്സിമം 5000 രൂപ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ 5000 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയോ എത്രയാണോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പിന്നെ അത് സ്റ്റോറായി കിടക്കില്ല. അത് നിങ്ങളുടെ UPI ലൈറ്റ് എന്നുള്ള ഈ ഒരു ഫീച്ചറിനകത്തായിരിക്കും നിങ്ങൾക്ക് പണം സേവ് ആയി കിടക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ കടകളിൽ പോയി ചെറിയ പേയ്മെൻറ്റുകൾ, ഇപ്പോൾ 100 രൂപയുടെയോ 50 രൂപയുടെയൊക്കെ ഓരോ പേയ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ UPI പിന്നില്ലാത്തതിന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ 1 രൂപയുടെ സാധനം വാങ്ങുകയാണ്, ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബാങ്ക് അക്കൗണ്ട് സ്കാൻ ചെയ്ത് നമ്മൾ UPI പിന്നടിച്ച് നമുക്ക് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യണം. എന്നാൽ ഇവിടെ UPI ലൈറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ UPI പിൻ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്കാൻ ചെയ്ത് കൊടുത്ത് എത്രയാണോ സംഖ്യ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പേയ്മെൻറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെറിയ തുകകൾ 100 രൂപ, 50 രൂപ, 1000 രൂപയ്ക്ക് താഴെയൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. കടകളിലൊക്കെ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങി ഒരുപാട് സമയം ഒരു 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് വേണ്ടി സമയം വേസ്റ്റ് ആക്കുന്നതിന് പകരം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് പണം കയറ്റി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അതിനകത്ത് നമ്മൾ ഇൻ്റർനെറ്റ് സ്പീഡ് കുറവുള്ള സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ UPI ലൈറ്റിലുള്ള പണം ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ തന്നെ അത് പേയ്മെൻറ്റ് ആകും. കാരണം UPI പിൻ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലൂടെ ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ജസ്റ്റ് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പണം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ചോദിക്കും നിങ്ങൾക്ക് UPI ലൈറ്റ് വേണോ, അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണോ പണം വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ UPI ലൈറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ UPI ലൈറ്റ് എന്ന ഈ ഒരു ഫീച്ചറിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്ന പണമായിരിക്കും പേയ്മെൻറ്റ് ആകുക. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളൊരു 50 രൂപയോ ഒരു 100 രൂപയോ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് കടകളിൽ പോയി ഒന്ന് പേയ്മെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള പ്രവർത്തനം മനസ്സിലാകും. അപ്പോൾ UPI ലൈറ്റിനെ കുറിച്ച് അധികം ആൾക്ക് അറിയില്ല. അങ്ങനെ ഒരു ഫീച്ചർ ഗൂഗിൾ പേക്കകത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിലും എന്തിനു ഉപയോഗിക്കുന്നു, ഇതെന്തുകൊണ്ടുള്ള ഉപകാരം, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ പല ആൾക്കും സംശയം ഉണ്ടാകും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യുന്നതിന് വേണ്ടി 50 രൂപയോ 100 രൂപയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കടകളിൽ പോയി സാധനം വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പേയ്മെൻറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ UPI ലൈറ്റ് വേണോ, നിങ്ങൾ സാധാരണ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വേണമെന്ന് ചോദിക്കും. അവിടെ UPI ലൈറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻ നമ്പർ ആവശ്യമില്ലാതെ, അതായത് UPI പിൻ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ചെറിയ പേയ്മെൻറ്റുകളൊക്കെ വളരെ ഈസി ആയിട്ട് പേ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.